പ്രച്ഛന്നൻ പ്രകാശൻ തട്ടിക്കുട്ടി തട്ടക്കേറ്റുന്ന അടുത്ത നാടകം. ഈ ദൈവം സഹായിച്ചിട്ടുണ്ടോ യാത്രയിൽ എപ്പോഴെങ്കിലും? എന്തോ എങ്ങനെ ദൈവവിശ്വാസിയാണ്, പക്ഷെ മതവിശ്വാസിയല്ല എന്ന രീതിയിൽ. എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ, പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടുമായിട്ട് വരുന്നോടാ റാസ്കൽ. താങ്കൾ ഒരു ദൈവത്തെ വരച്ചാൽ എന്ത് രൂപം കൊടുക്കും അതിന്? ഞാൻ വരയ്ക്കില്ല. വരയ്ക്കാൻ ശ്രമിക്കില്ല. ദൈവം താങ്കളെ സഹായിച്ചിട്ടുണ്ടോ എന്നായിരുന്നു എന്റെ ചോദ്യം. ഉത്തരം പറ. പേടിയാണ്. പേടിയായിട്ടില്ല, വരയ്ക്കാൻ കഴിയില്ല, അതാണ് കാര്യം. ഇപ്പൊ ഈ കൂടിയിരിക്കുന്ന ആളുകളും അവരുടെ ഒരു പോസിറ്റീവ് എനർജി പോലും ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ എത്ര ആളുകളെ പോസിറ്റീവായിട്ട് ഇൻസ്പയർ ചെയ്യുന്നോ അതിനാനുപാതികമായിട്ട് അവരിൽ നിന്നൊരു റിഫ്ലക്ഷൻ എന്നിലേക്ക് വരുന്നുണ്ടെന്നും അതെന്നെ സഹായിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ അതെ, ചെന്തെങ്ങിന്റെ കൊലിയാണെങ്കിൽ ആടും. എനിക്ക് അനുഭവം ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ ദൈവം എന്ന് പറയുമ്പോൾ വരുന്നൊരു ഇമേജ് ആയിരിക്കില്ല എന്റെ മനസ്സിൽ വരുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ഡെഫിനേഷൻസ് വ്യത്യാസമുണ്ട്. ഭയങ്കരമായ ആള്. താങ്കൾ ചെയ്യുന്ന ജീവിതത്തിൽ ചെയ്യുന്ന പോസിറ്റീവായ കാര്യം എന്താണ്? പൊതുവാൾജി എനിക്ക് ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. നിങ്ങൾ എന്റെ കൂടെ ഈ പരിപാടി കഴിഞ്ഞൊന്ന് ഇറങ്ങി വന്നാ കാണിച്ചു ഇവരെ. ക്ലിയർ ആയില്ല. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ല. ഇവൻ പൊട്ടനാണ് മുതലാളി. ഇവർക്കിടയിലൂടെ നമ്മൾ ഒന്നിച്ച് നടന്നാൽ ഈ ഇരിക്കുന്ന ജനക്കൂട്ടം കാണിച്ചു തരും എന്താണ് ആ പോസിറ്റീവ് കാര്യമെന്ന്. അതാണ് പോസിറ്റീവ്. അതാണ് എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. ഈ യാത്രയൊക്കെ മതിയാക്കൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇയാൾക്ക് എന്തിന്റെ അസുഖം? സ്വയം തോന്നിയിട്ടുണ്ടോ? എത്ര വയസ്സാകുമ്പോഴായിരിക്കും താങ്കൾ പ്രായമാകുന്നത്? ഏതാ? എത്ര വയസ്സാകുമ്പോഴായിരിക്കും താങ്കൾ പ്രായമാകുന്നത്? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എനിക്ക് പ്രായമാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ട് പ്രായമുള്ള ഒരാളായിട്ടാണ് ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടത്. മനുഷ്യനിങ്ങനെ പക്ക പൊട്ടനായി പോയാൽ എന്ത് ചെയ്യും? പല കാരണങ്ങളുണ്ടല്ലോ ഒരാൾ ചെറുപ്പമാകാൻ. ആ കാരണങ്ങൾ വെച്ച് നോക്കിയാൽ ഞാൻ താങ്കളെക്കാൾ വളരെ ചെറുപ്പമാണ്. ഒരു കവിതയുടെ ശീർഷകം എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ആരുടെ തോന്നലാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. സന്തോഷ് ജോർജ് കുളങ്ങര ആരുടെ തോന്നലാണ്, സ്വയം തോന്നുന്നതെന്താ? എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഞാൻ ആരുടെ തോന്നലാണ്? ആ ചോദ്യം ആ ശീർഷകം ഞാൻ അങ്ങോട്ട് ഇടുക. നീ പുട്ടുണ്ടാക്ക. സ്വയം തോന്നുന്നത് എന്താണ്? പറഞ്ഞാണല്ലോ ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ. ഇവന് വട്ട. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. സാറിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോർമലായ ഒന്നൊരു സംശയം. ഇതിന്റെ ലാസ്റ്റ് തപ്പറ അങ്ങനെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ എനിക്ക് ആ സ്വാഭാവികത അത്ര ഫീൽ ചെയ്തില്ല. എന്തിനാണ് അധികം? ഇന്ന് കിട്ടിയത് പോരെ, നല്ല മുതലല്ലേ. രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ സാർ ഈ നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന പോലുള്ള ഉത്തരങ്ങൾ കുറെ നൽകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇതിവിടെ അതിന്റെ ദപ്പുറത്ത് എല്ലാ വീടുകളും